Spiritual faith is the willingness to look foolish things. ഭോഷത്വപരമായ കാര്യങ്ങൾ കാണാനുള്ള സന്നദ്ധതയാണ് ആത്മീയ വിശ്വാസം. തിരുവചനം പറയുന്നത് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യം, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ലോകത്തിൻ്റെ മുമ്പിൽ ഭോഷത്വമായതിനെയും ബലഹീനമായതിനെയും ദൈവം മാന്യവും വിലയേറിയതുമാക്കി തീർക്കുന്നു. ദൈവം പറയുന്ന കാര്യങ്ങൾ ഭോഷത്വമായി നമുക്ക് തോന്നിയേക്കാമെങ്കിലും അതിൻ്റെ ഒടുക്കത്തെ ബലം കാണുമ്പോൾ മാത്രമാണ് ഭോഷത്വത്തിൻ്റെ മഹത്വം നാം പലപ്പോഴും തിരിച്ചറിയുന്നത്. മഴയില്ലാത്ത ഭൂമിയിൽ ഒരു പെട്ടകം പണിത നോഹ ഒരു ഭോഷനായി കാണപ്പെട്ടു. 90-ൽ ഗർഭിണിയാകുമെന്ന് വിശ്വസിച്ച സാറ ഒരു ഭോഷയായി കാണപ്പെട്ടു. കാഹളം ഊതിക്കൊണ്ട് എരിഹോവിന് ചുറ്റും നടന്ന ഇസ്രായേൽ ജനം വിഡ്ഢിത്തം കാണിച്ചു. ഗോലിയാത്തിനെ ഒരു കവണ കൊണ്ട് നേരിടാൻ ഒരുമ്പെട്ട ദാവീദ് വെറുമൊരു വിഡ്ഢിയായിരുന്നു. ഒരു നക്ഷത്രത്തെ പിന്തുടർന്ന വിദ്വാൻമാർ വിഡ്ഢികളായിരുന്നു. ബാലകൻ്റെ കയ്യിൽ നിന്നും 5 അപ്പവും 2 മീനും യേശുവിൻ്റെ കയ്യിലെത്തിച്ച അന്ത്രയാസ് ഭോഷത്വമാണ് കാട്ടിയത്. കൊടുങ്കാറ്റിൻ നടുവിൽ പടകിൽ നിന്നും വെള്ളത്തിലേക്ക് കാൽ വെച്ച പത്രോസിൻ്റെ പ്രവൃത്തിയെ വിഡ്ഢിത്തം എന്നല്ലാതെ പിന്നെന്താ പറയുക? യേശു ഒരു ഭോഷനെ പോലെ ക്രൂശിൽ തൂങ്ങിക്കിടന്നു. എന്നാൽ ഇവരുടെയൊക്കെ വിഡ്ഢിത്തങ്ങൾ എന്ത് ഫലം കണ്ടുവെന്ന് കാലം തെളിയിച്ചു. വെള്ളപ്പൊക്കത്തിൽ നോഹയുടെ പെട്ടകം ഇതാ പൊങ്ങിക്കിടക്കുന്നു. സാറ ഇസഹാക്കിനെ പ്രസവിച്ചു. എരിഹോവിൻ്റെ മതിലുകൾ വീണു. ദാവീദ് ഗോലിയാത്തിനെ പരാജയപ്പെടുത്തി. വിദ്വാൻമാർ മശിഹായെ കണ്ടെത്തി. 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ത്തിലധികം പേരെ പോഷിപ്പിച്ചു. പത്രോസ് വെള്ളത്തിൻ മുകളിലൂടെ നടന്നു. യേശു കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ദൈവം പറയുന്നത് വിശ്വസിക്കുവാൻ നാം ഭോഷന്മാരാകട്ടെ. കാണാത്ത കാര്യങ്ങൾ വിശ്വസിക്കുവാനുള്ള ഒരു വിനയവും നമുക്കുണ്ടാകട്ടെ. അങ്ങനെ വിശ്വാസവും വിനയവും കൈകോർക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. ഒരുപക്ഷെ നമുക്ക് നല്ല വിദ്യാഭ്യാസവും ലോകപരിചയവും അറിവും സമ്പത്തും നല്ല ചുറ്റുപാടുമുണ്ടായിരിക്കാം. എന്നാൽ ദൈവം ആത്യന്തികമായി നമ്മോട് ചോദിക്കുന്നത് നമ്മുടെ ഭോഷത്വമാണ്, നമ്മുടെ ബലഹീനതയാണ്. നാം അത് ദൈവത്തിന് നൽകുമ്പോൾ ദൈവം അതിൽ തൻ്റെ കരം വയ്ക്കും. ദൈവം അതിൽ കരം വെച്ചാൽ തിരുവചനം പറയുന്നത് ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരുടെ ജ്ഞാനത്തേക്കാൾ ശ്രേഷ്ഠവും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുമെന്നാണ്. ഡിയർ ഫ്രണ്ട്സ്, ദൈവത്തിനായി നമുക്ക് ഭോഷന്മാരാകാം. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.